സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്. ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എന്നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത്. രൂപീകൃതമായത് ഡിസംബർ 6-നാണ്. ആദ്യത്തെ യോഗം ചേർന്നത് ഡിസംബർ 9-ന് ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആര്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആര്? ഉപാധ്യക്ഷൻ HC മുഖർജി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നത് ആരാണ്? HC മുഖർജി ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആയിരുന്നത് ആര്? നിയമോപദേഷ്ടാവ് BN റാവു. BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന്? ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്നതാണ്. ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അപ്പം ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ അംഗീകരിച്ചത് സെയിം ഡേറ്റ് തന്നെയാണ്, 1950 ജനുവരി 24. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്. ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ള സിംഹമുദ്ര ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചത്. 1950 ജനുവരി 26. അടുത്ത ചോദ്യം: 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഏതായിരുന്നു? പ്രധാന കമ്മിറ്റി ആയിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിതമായത് എന്നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിതമായത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ
തൻ്റെ അവസാന പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ യൂണിറ്റ് ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസ്രുദ്ദീൻ അഹമ്മദ് ആണ്. നസ്രുദ്ദീൻ അഹമ്മദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ് ആണ്. പ്രേം ബിഹാരി നരേൻ റായ്സാദ് ആണ് ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് ആര്? ഹിന്ദി. വസന്ത് കൃഷ്ണനാണ്. വസന്ത് കൃഷ്ണൻ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമ നിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്നാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമ നിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് 1947 നവംബർ 17 1947 നവംബർ 17. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരായിരുന്നു? നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ GV മ്ലാവങ്കർ. അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? പൊതുജനാഭിപ്രായം അറിയാനായിട്ട് ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28. 1948 ഫെബ്രുവരി 28. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാനെടുത്ത സമയം. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസമാണ്. 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നും. ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ദേശീയ നിയമ ദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമ ദിനം എന്നാണ്? നവംബർ 26. നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. 284. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖമാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം? ആമുഖം അമേരിക്കയാണ്. അമേരിക്ക. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര്? ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തീയതി 1949 നവംബർ 26 എന്ന തീയതിയാണ്. 1949 നവംബർ 26. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആര്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു, പക്ഷെ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഇപ്രകാരം വിമർശിച്ചത് ആര്? നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു, പക്ഷെ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഇപ്രകാരം വിമർശിച്ചത് കെ ഹനുമന്തയ്യയാണ്. കെ ഹനുമന്തയ്യ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പൗരത്വം രണ്ടാം ഭാഗമാണ്. ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതു വിധത്തിലുള്ളതാണ്? ഏക പൗരത്വമാണ്. ഏക പൗരത്വം. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? പൗരത്വം. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെ. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് 1955ലാണ്. 1955. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്ന 5 രീതികൾ ഏതൊക്കെയാണ്? 5 രീതികൾ. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെ 5 രീതികളിലാണ് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കാവുന്നത്. പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് എന്ന്? 2019 ഡിസംബർ 9 പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത്. ഇനി രാജ്യസഭ പാസാക്കിയത് എന്നാണ്? പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. 2019 ഡിസംബർ 12. പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3 ആണ്. ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 15 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം. മൗലിക അവകാശങ്ങൾ അമേരിക്കയാണ്. അമേരിക്ക. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20, 21 എന്നിവ. ആർട്ടിക്കിൾ 20, 21. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്?
ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. 6. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 1978 1978. മൗലിക അവകാശങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1978. ഇനി സ്വത്തവകാശം ഇപ്പോൾ നിലവിൽ ഏത് തരത്തിലുള്ള അവകാശമാണ് എന്ന് ചോദിച്ചാൽ സ്വത്തവകാശം നിയമാവകാശമാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനമാണ്. 1931 കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത്. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിൻ്റെ പുതിയ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട് എന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട്. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. 1978 44-ാം ഭരണഘടനാ ഭേദഗതി മൂലമാണ് സ്വത്തവകാശം നിയമാവകാശമായിട്ട് മാറിയത്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A. എത്രാമത്തെ ഭേദഗതിയാണ്? 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. മൊറാർജി ദേശായി. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡി. സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സ്വത്തവകാശത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പെട്ടത് ഏതാണ്? സർവശിക്ഷാ അഭിയാനാണ്. സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക സർവരും വളരുക എന്നത്. സർവരും പഠിക്കുക സർവരും വളരുക. ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സമത്വം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പ്രതിപാദിക്കുന്നത് സമത്വമാണ്. സമത്വം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ എന്തിനെക്കുറിച്ചുള്ള അവകാശമാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. എന്താണ് മതസ്വാതന്ത്ര്യം? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29, 30 വരെ. ഭരണഘടനയിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ. സ്വാതന്ത്ര്യത്തിന് 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ളതാണ് 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29, 30 വരെ.
ഇനി ഭരണഘടനയിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഭാഗം 4A ആണ്. ഭാഗം 4A. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഗാന്ധിയൻ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. അടുത്ത ചോദ്യം, ദി മണ്ഡല പാർലമെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. ദി മണ്ഡല പാർലമെന്റ്. കൂട്ടുത്തരവാദിത്തം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നതും ബ്രിട്ടനാണ്. കൂട്ടുത്തരവാദിത്തം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്ര? 22 ഭാഷകളാണ്. അപ്പോൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ എന്താണുള്ളത്? ഭാഷകളാണ്. 22 ഭാഷകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി അംഗങ്ങൾ 17 ആണ്. 17. പൗരാവകാശങ്ങളുടെ ചരിത്രത്തിലെ 2ാം വിപ്ലവം എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ഭേദഗതി ഏത്? പൗരാവകാശ ചരിത്രത്തിലെ 2ാം വിപ്ലവം എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ഭേദഗതി 86ാമത്തെ ഭേദഗതിയാണ്. 86. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? 39D ആണ്. 39D. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഭരണഘടനയുടെ എത്രാം വകുപ്പ് പ്രകാരമാണ്? തൊട്ടുകൂടായ്മയും അയിത്തവും 17ാം വകുപ്പാണ്. 17ാം വകുപ്പ്. ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭേദഗതി ഏതാണ്? ഭേദഗതി 24 ആണ്. ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയത് 24ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളാണുള്ളത്? മൗലിക കടമകൾ 11, മൗലിക അവകാശങ്ങൾ 6. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് പാർലമെന്റിൽ ആവശ്യമായ ഭൂരിപക്ഷം എത്രയാണ്? ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് കേവല ഭൂരിപക്ഷമാണ്. കേവല ഭൂരിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത വർഷം 1976ലാണ്. 1976ലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ലിഖിത ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ കടം കൊണ്ടത്? ലിഖിത ഭരണഘടന USA ആണ്. USA. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ കൂട്ടിച്ചേർത്തത് 21A ആണ്. ആർട്ടിക്കിൾ 21A. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്